ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മക്കളൊക്കെ നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ മേലാറ്റൂരാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇടവണ്ണയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും മക്കളൊക്കെ ബാഗൊക്കെ പാക്കാക്കി ഒരുങ്ങിയതാണ്. അപ്പോഴാണ് അനിയത്തിമാർ 3 പേരും ഒരു രക്ഷയ്ക്ക് ഞങ്ങൾ വിടുന്നില്ല, പോകണ്ട നാളെ പോവാം, കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ പോക്ക് അങ്ങോട്ട് ക്യാൻസലാക്കിയിട്ട് അതേ ഒരുക്കത്തിൽ തന്നെ ബാക്കിയുള്ളവരെയും കൂടെ ഒരുക്കിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് പോകണം. അപ്പോൾ അമ്മ പോകുന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന കാരണം അമ്മ പോന്നിട്ടില്ല. പെട്ടെന്നുണ്ടായ പോക്കായതുകൊണ്ട് അമ്മയുടെ പണികളൊന്നും തീർന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേലാറ്റൂർ അമ്മാന ജ്വല്ലറിയിലേക്കാണ് വന്നത്. നമ്മുടെ 3 പേരുടെ ഗോൾഡും കല്യാണത്തിൻ്റെ ഗോൾഡൊക്കെ എടുത്തത് ഈ ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഏട്ടന്മാർ 5 പേരും വന്നിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കാതുകുത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. കുഞ്ഞിപ്പെണ്ണിനെ കാത് കുത്താനാണ് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ വന്നിട്ട് കാതൊക്കെ നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാർക്ക് ചെയ്യാനുള്ള പെന്നൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്താൻ 90 ആയിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ. അപ്പോൾ അവൾ തിരിച്ച് പോവാറായി. ഞാൻ വന്നിട്ട് വേണം കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നന്ദു ഇരുന്നായിരുന്നു. പക്ഷെ അവൾ ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി. പിന്നെ 3 ദിവസം പൂജയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തറവാട്ടിൽ തന്നെ അല്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇടവണ്ണയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരുങ്ങിയപ്പോഴാണ് അവൾ പറയുന്നത്, ഇന്ന് പോവില്ല നാളെ പോവാം, നമുക്ക് ഇന്ന് പോയിട്ട് കാത് കുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പോക്കാണ് ക്യാൻസലാക്കിയിട്ട് നേരെ ജ്വല്ലറിയിലേക്ക് വന്നു. അപ്പോൾ ആ ചേട്ടൻ ഇതാ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്യാനൊന്നും അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ. മാർക്ക് പെണ്ണെടുത്ത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അവൾ നല്ല പാട്ടാണ്. അപ്പോൾ ഇനി കുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നപ്പോൾ ഞങ്ങൾ ചിന്തിക്കണേ. അപ്പോൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പേടിയാവുന്നുണ്ട്, നീ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നെ എടുക്ക്, അമ്മമാരെ കയ്യിലിരിക്കുമ്പോഴല്ലേ കുഞ്ഞുങ്ങളും ഒന്നുകൂടെ സേഫ് ആയിരിക്കുക. അപ്പോൾ പിന്നെ ഇതാ കുത്താൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഗോൾഡിൻ്റെ കമ്മൽ നമ്മൾ ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ജിമിക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ അതല്ല ഇപ്പോൾ ഇട്ട് കൊടുക്കുക, നമ്മൾ വെടി വയ്ക്കുമ്പോൾ തോക്കുകൊണ്ട് വെടി വയ്ക്കുമ്പോൾ ഒരു കമ്മൽ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാത് കുത്തുന്നത്. അപ്പോൾ അവൾക്ക് കണ്ടോ തൊടുമ്പോഴേ അവൾ നല്ല കരച്ചിലാണ്. പിന്നെ ഒരു വിധത്തിൽ അവൾ കരച്ചിലൊക്കെ മാറ്റിയിട്ട് കാത് കുത്താൻ വേണ്ടി ഒരുങ്ങിയിട്ടോ. ഞങ്ങളൊക്കെ നല്ല ടെൻഷനിലാണ്, കുഞ്ഞോള് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഫസ്റ്റത്തെ ആ കുത്തലുണ്ടല്ലോ, അത് ഞങ്ങളൊക്കെ നോക്കി കിടന്നേക്ക് അങ്ങോട്ട് കുത്തി കഴിഞ്ഞേക്ക് കുഞ്ഞു പെണ്ണ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവിടെ കരച്ചിൽ കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നും സഹിക്കാൻ വയ്യ. പിന്നെ കുറച്ച് നേരമൊക്കെ എടുത്ത് നടന്നിട്ടാണ് കേട്ടോ അവളുടെ കരച്ചിലൊന്ന് മാറ്റിയത്. അപ്പോൾ നന്ദുവിന് അതിലേറെ, നന്ദു ആണെങ്കിൽ കുഞ്ഞു പെണ്ണ് മാസത്തിലുള്ള ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പോളി വെക്കുമ്പോൾ കൂടി അവൾ കരയുന്ന ഒരാളാണ്. പിന്നെ ഒരു വിധത്തിൽ കരച്ചിൽ മാറ്റിയിട്ട് രണ്ടാമത്തെ കാതും കുത്തിയിട്ടോ. ഫസ്റ്റ് കാത് കുത്തിയപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. മടിയിലിരുത്തിയിട്ടൊക്കെ അവൾ അങ്ങനെ വലിഞ്ഞ് പോരുമായിരുന്നു. ഒരു വിധത്തിൽ പിന്നെ ചെവിയും താലയൊക്കെ കൂടെ പിടിച്ചിട്ട് നമ്മൾ കാത് കുത്തിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. കാരണം അവളുടെ വേദന ഞങ്ങൾ കണ്ടിട്ട്, കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കാത് അത് പിടിക്കാനൊന്നും അവൾ സമ്മതിക്കുന്നില്ല. കുറേ അവൾ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആ കുത്ത് കഴിയണ വരെ ഞങ്ങൾക്ക് അതിലേറെ ടെൻഷനായിരുന്നു. ഞങ്ങൾ 4 അമ്മമാരും കൂടെ 4 ഭാഗം നിന്നിട്ട് അവളെ കളിപ്പിക്കുന്നുണ്ട്. അമ്മൂട്ടിയുണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്പാടിയും കണ്ണനൊക്കെ നോക്കുന്നുണ്ട്, കുഞ്ഞത വീശി കൊടുത്ത് നടക്കുന്നുണ്ട്, കിച്ചു വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ മാത്രം ജ്വല്ലറിയിൽ നല്ല ഒരു ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാക്കണം, മക്കൾക്ക് ബലൂണൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ കളറിൻ്റെ പ്രശ്നമാണ് സച്ചുട്ടന് ഇഷ്ടപ്പെട്ട കഥ കണ്ണൻ്റെ കയ്യിലാണ്. അങ്ങനെ അതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞ് മാറ്റും. കുഞ്ഞിപ്പെണ്ണ് കണ്ണടിലൊക്കെ നോക്കിക്കറിയണം. അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുവിനൊരാഗ്രഹം, അവളുടെ സെക്കൻഡ് കാത് ഒന്നുകൂടെ കുത്തണം. ഒരു സെക്കൻഡ് സ്റ്റേറ്റ് കുത്തിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കുത്തണം എന്ന് അവൾക്കൊരാഗ്രഹം. പിന്നെ കുട്ടിയുടെ ആഗ്രഹമല്ലേ, നമുക്കത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. അവൾ കൂടെ വേദനിക്കാൻ കാണുമ്പോൾ ഒരു സമാധാനം. പിന്നെ അവൾക്കും തന്നെ വേഗം ചേട്ടൻ മാർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവളുടെ കാത് കുത്താണ് കേട്ടോ. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ നോക്കി നിൽക്കുകയാണ് ഞാൻ വീഡിയോ നന്നായിട്ട് സൂം ചെയ്തിട്ടുണ്ട്. അവൾ കണ്ണൊക്കെ അടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ ഞെട്ടലാണ്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ അവൾക്ക് അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് വേണം അവൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ. എൻ്റെ കയ്യിൽ ഈ വീഡിയോ ഉള്ള കാര്യം അവൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ അവളുടെ കാതും കുത്തി. അപ്പോൾ എന്നെ നിർബന്ധിക്കുന്നുണ്ട് കാത് കുത്താൻ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു മൂഡില്ലായിരുന്നു. കാരണം അവളുടെ കാത് കുത്തിയിട്ട് അത് പഴുക്കോ ഇല്ലെന്നൊന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് കുത്താൻ. എനിക്ക് ആഗ്രഹം കേട്ടോ കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ കാതും കുത്തിയ പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്തിൻ്റെ അവർ നമ്മളെടുത്ത് പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ, ഫ്രീ ആണ് കുഞ്ഞിപ്പെണ്ണിൻ്റെതിന്. പിന്നെ കുഞ്ഞുള്ളിന് നമുക്ക് എത്ര 150 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ. അതും നമ്മുടെ ആ കമ്മൽ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ ഒരുങ്ങാം കേട്ടോ. കാരണം മക്കളൊക്കെ കൊണ്ട് പോയതല്ലേ, ഇനി പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പല സാധനങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള